ഇതാമേ പാല്. മാധവൻ കുളിച്ചോ മോളെ? ഉവ്വ. നീ പഞ്ചസാരയും കരുത്തേ. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇവിടുന്ന് മാറുന്ന കാര്യം എന്തായി? ഇത് ടൗണല്ലേ അമ്മേ? അമ്മ അറിഞ്ഞൂടെ? ഈ വീട് തന്നെ നമ്മൾ 250 രൂപയല്ലേ വാടക കൊടുക്കുന്നത്? 5 വീട്ടുകാർ കൂടി ഒറ്റ കുളിമുറിയാ. ഒന്ന് സ്വൈര്യമായി കിടക്കാൻ തന്നെ സൗകര്യമില്ലാത്ത ഈ വീടിന് ഇത്രയും വാടക കൊടുക്കുന്ന എന്തിനാ? ഞാൻ സന്തോഷിച്ചു കൊടുക്കല്ലോ, ഹൗസ് ഓണർ പിടിച്ചു വാങ്ങിക്കല്ലേ. എടി ലതികേ, ലതികേ, എന്താ ഏട്ടാ? ആണുങ്ങളുടെ തിരക്കൊഴിയുമ്പോ കുളിമുറി കയറിയാ മതി കേട്ടാ. ഒക്കെ വായി നോക്കിയാ. ഈശ്വര, ചതിച്ചു എന്നാ തോന്നുന്നത്. എന്ത് പറ്റി മോനെ? ഊയിന്നൂട്ടി അധികാരിയുടെ മോൻ സേതു അവിടെ നിൽക്കുന്നമ്മേ. ഓ, നീ അകത്തേക്ക് വിളിക്കും മോനെ. അമ്മ മിണ്ടാതെ എവിടെ ഞാൻ ഇരുന്നോ? വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്റെ കൂടെ പഠിച്ചവനല്ലേ? അധികാരിയുടെ വീട്ടിൽ നിന്ന് എത്ര കഞ്ഞി വെള്ളം കുടിച്ചിരിക്കുന്നു. നീ അകത്തേക്ക് വിളിക്കണവനെ. അമ്മ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അടുത്ത ടൈമൊക്കെ നാടിച്ചു നിൽക്കാൻ മതി. ഒരു ജോലിയും കൂടി ഇല്ലാത്തവനാ, വലിയ ബാധ്യതയാവും. ആരാ ആരാ? അയ്യോ, ഇതാര്? എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നിന്നെ പറ്റി ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല കൂട്ടുകാരാ. സുഖാണോ? അങ്ങനെയൊക്കെ കഴിയുന്നു കുഞ്ഞെ. ഏതോ ക്ഷീണിച്ചു പോയല്ലോ. ഭയങ്കര അലച്ചിലായിരുന്നു. നീ അങ്ങ് വളർന്നു പോലോടില്ലേ? നീ അധികാരി മരിച്ചപ്പോ വരണമെന്ന് വിചാരിച്ചതാ. ഇവന് ഒഴിവ് കിട്ടിയില്ല. നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകളാ. സേതുവാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അല്ല, സേതുവിന് ചായ കൊടുക്കണ്ടേ? ചായ ഞങ്ങൾ വഴി കുടിച്ചോളാം. അല്ലേടാ, ഞാനേ ബോംബെന്ന് വരാ. ട്രെയിനിൽ വന്ന് റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു. കക്കൂസിലിരുന്നായിരുന്നു യാത്ര. ഭയങ്കര ക്ഷീണം. ഒന്ന് കുളിക്കണം, സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അല്ല, നീ വേണേ പോയിക്കോടാ, നമുക്ക് വൈകിട്ട് കാണാം. മാധവൻ പോയിക്കോ, സേതു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അല്ല, നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിലോട്ട് വരാം. എവിടാ നിന്റെ ഓഫീസ്? ഓഫീസ് ഗാന്ധി നഗറിലെ. ചേച്ചി, ഞാൻ എങ്ങനെ കാണാനായിട്ട് 2 കൈ മാത്രം കണ്ടോളാം അവള് പറഞ്ഞ. ഇല്ലടി, എന്നാലും ജനൽ തുറന്നിട്ടുണ്ട്. ആരെങ്കിലും കിടക്കും. സമാധാനമല്ലേ? ഇനി മേലാൽ സൂക്ഷിക്കണം കേട്ടോ മോളെ. ഞാനൊന്നും ചെയ്യരുത്. ആ സ്റ്റേഷനിൽ ഈ പോലീസേ ഉള്ളൂ. എസ് ഐ അല്ലേ സ്റ്റേഷനില്? ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോടാണല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത്. നിങ്ങളാണോ അങ്ങോട്ട് കൂലി കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്? ഇവിടെ സംഭവം എന്താ? ഞങ്ങൾക്കാർക്കും ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടലക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു. ഒരു നാട്ടുകാരൊക്കെ കൂടെ ഓടിച്ചു വിട്ടു. കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ആയിപ്പോയി. ദേ, ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെ വന്നിരിക്കുന്നു. ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചതാ. വേണ്ട, ഊഹിക്കാനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ചിലരൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയേണ്ടി വരും. അതോട്ടെ, ഏത് വീട്ടിലാ സംഭവം നടന്നത്? ഞങ്ങളുടെ വീട്ടിലാ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല, ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങൊരാണല്ലേ? അതിപ്പോ ഈ സ്ത്രീകളെന്താ എങ്ങനെ പെരുമാറണേ? മാറിക്കോ, ഇവിടെ എന്നാ മതി. ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. പുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും.
നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. വരാ, വരാനാ പറഞ്ഞത്. എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എന്താ മഹാപെശകാണ് ഞാൻ. ആ മുട്ടത്തറിന് ഒരു ഭ്രാന്തുണ്ടോ? എന്താ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി അവന്റെ മോന്തയുടെ ഷേപ്പിലാൻ പറ്റും. അല്ല, കുട്ടിച്ചിൽ സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചയും ബഹളും. ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതും അത്രേ. എങ്കിൽ പിന്നെ പോലീസിനെ വിളിപ്പിച്ചെന്തിനാ? അയാൾ പോയി കുറ്റാന്വേഷണം കണ്ടുപിടിക്കട്ടെ. ഇതെന്താ പോലീസും പട്ടാളമൊക്കെ? പട്ടാളമൊന്നുമില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഏതാ ഇവൻ? കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഈ പെൺകുച്ചിന്റെ കഴുത്ത് കയറി പിടിച്ച് നീ അവിടെ. മര്യാദക്ക് സംസാരിക്കണം. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദ കിടാവാം. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ കോളനി എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഒന്നുകിൽ ഒരു കത്തിക്കുത്ത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ നിൽക്കണം. നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ? എനിക്ക് എല്ലാവരെയും സംശയമുണ്ട്. ഇന്നലെ രാത്രി ഈ പെങ്കുച്ചിന്റെ കഴുത്തി കിടന്ന് മാല പൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചേക്കിന്ന് മാറില്ലേ? നാളെ ഇന്നലെ രാത്രിയും കേട്ടല്ലോ ഇയാൾ ഒച്ചയും ബഹളവും. ഏതോ ഒരു കിളിയെഴുത്തുകാരനാണെന്നും പറഞ്ഞ് കുട്ടികളുടെ അച്ഛനെ ചീത്ത വിളിച്ചതാ. കോളേജ് പ്രൊഫസറാത്രേ. മൂക്കറ്റം കുടിച്ചു കിടക്കുന്ന ഇവന്റെയൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടകാലം. എത്ര കുടിച്ചാലും ഈ കോളനിയിൽ അല്പം സ്വഭാവം അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാൻ ഹോം മിനിസ്റ്റർ വിളിച്ച് പറയാം. അതാ നല്ലത്. ആ, അതേ വന്നു. ആ വാ. ഒരു ലോറിക്ക് 5000 വെച്ച് പിന്നെ അവന്മാര് കൂട്ടി. കാട്ടിലെ മരം തേവയുടെ ആന, വലിയടാ വലി. എന്തോ ചെയ്യും? എത്ര ലോഡ് ഉണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നു. ഇവർക്ക് ഐസ് വാട്ടർ എടുത്ത് 15-50 രൂപ ഒറ്റയടിക്കങ്ങ് മാറിക്കിട്ടി. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീർന്നു. പെരുന്തൽമണ്ണ എത്തിയപ്പോ അതാ നിൽക്കുന്നു സ്പെഷ്യൽ കോടുകാരൻ. രാത്രി മണി 2 ഉറക്കുളച്ച് നിൽക്കുക ചെറ്റകള് കൈക്കൂലി വാങ്ങാം. 10,000 വാങ്ങിച്ച അവന്മാര് പറയുക, മുതലാളി സാധനം സ്പിരിറ്റാണ്, രായ്ക്ക് രാമാനം വീതം വെച്ച് അതാത് ഷാപ്പുകളിൽ എത്തിച്ചില്ലെങ്കിൽ സംഗതി കുഴപ്പമാണ്. എന്തോ ചെയ്യും? പാവപ്പെട്ട മുതലാളിമാരെ ഒരു ജീവിക്കാൻ സമ്മതിക്കില്ല. കാര്യമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അത്യാവശ്യമായിട്ട് വന്നിരിക്കുക. അതിനല്ലേ വർക്കിച്ചോ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. ഇത്തവണ കോർപ്പറേഷൻ. ചുമ്മാരി, അവളുടെ ഒരു ഓപ്പറേഷൻ. ആദ്യം കോർപ്പറേഷൻ, പിന്നെ അസംബ്ലി. നീ ഒരു ചായ എടുക്ക്. സ്വാമിയുടെ അവന്റെ ഇറച്ചിരുന്ന് പഠിക്കുക. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്. മതി, പുരോഗതിയുണ്ട്. ഒന്നുമില്ല, റിയാക്ഷൻ കിട്ടിയല്ലോ. കോൺസ്റ്റബിൾ വന്നപ്പോ പറഞ്ഞാലെന്ന് വിചാരിച്ചതാ. എന്തോന്ന്? വലിയ പുണ്യാളം ചമ്മയൊന്നും വേണ്ട. എന്തായിരുന്നു ടോമിയുടെ ഉദ്ദേശം? ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നത്? ഈ വേഷം കൊണ്ട് നിന്റെ അടുത്ത് വേണ്ട. ജനന്റെ ഇടയിൽ കൂടി എന്നെ കയറി പിടിച്ച് എന്തിനാന്നാ ചോദിച്ചത്. ഞാൻ ആരെ കയറി പിടിച്ചൊന്നുമില്ല. വിളിച്ചോണത്തി ഒരു കാര്യം പറയാന്ന് വെച്ചപ്പോ. പാതിരാത്രിക്കാണോ കാര്യം പറയുന്നത്? യഥാർത്ഥ സ്നേഹത്തിന് നേരം കാലം ഒന്നുമില്ല. ഞാൻ ടീച്ചറിന്റെ സ്കൂളിലൊന്ന് വരണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. വിശേഷിച്ച് വിശേഷമൊന്നുമില്ല, സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. ടോമിക്ക് കാണാൻ മാത്രം അവിടെ ഒന്നുമില്ല. പെമ്പിള്ളേരൊക്കെ ദേ ഇത്ര വലിപ്പമുള്ളൂ. പോട്ടെ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ സാർ? ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. വീട്ടിലൊരു പ്രശ്നം വന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ പോവാ. കൂട്ടി താക്കോല് വേണ്ട കയ്യിൽ വെച്ചോളൂ. ആ നിർമ്മല ടീച്ചർ സ്കൂൾ വിട്ട് വന്ന അവരുടെ പാസ്പോർട്ട് വാങ്ങി വെച്ചേക്ക്. റിന്യൂ ചെയ്യണം. ശരി സാർ. അവിടെ നിൽക്കുക. ഈ മാസാവസാനം നിങ്ങൾ വീടൊഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നോവലെഴുത്ത് നിർത്തും. ഓഹോ, വായനക്കാരുടെ ഭാഗ്യം. ഞാൻ വീടൊഴിയുന്നില്ല. ഞാൻ എഴുത്ത് നിർത്തുന്നത് തന്നെ ഇവിടുന്ന് കെട്ടിക്കാനാ. ഞാൻ കേസ് കൊടുക്കും. ഇത്ര ഒരു മുറി മാടായി കരുതി ഇത്രയും വലിയൊരു ബോർഡും വെച്ച് ഇവിടെ വേറെ ആരെങ്കിലും അങ്ങോട്ട് കടന്നു വരൂ. ഞാൻ സെൻട്രൽ ഓഫീസിലൊന്ന് എഴുതി ചോദിക്കട്ടെ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ദേ നോക്ക്, ഒരു നോവലിന്റെ കാശ് മുഴുവൻ തന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കും. പറഞ്ഞേക്കാം. ഞാൻ വരട്ടെ. സദ്യയൊക്കെ കൊടുത്ത് അവനെ ഇവിടെ കുറ്റി അടുപ്പിക്കാനാണോ ഭാവം? ദൈവദോഷം പറയാതരാ. അമ്മ അവനോട് സംസാരിച്ചു. എന്താ അവന്റെ പരിപാടി? നിന്നോട് പറഞ്ഞു എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാനിവിടുത്തെ കളക്ടറല്ലേ പറഞ്ഞു പറഞ്ഞ ജോലി ശരിയാക്കി കൊടുക്കാൻ. അവനോട് നാട് പോകാൻ പറ. അവനവിടെ ആരാടാ ഉള്ളത്? അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഭർത്താവിന്റെ ഭരണം അവിടെ. ജോലി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല അത്രേ. നീ അവനോട് സംസാരിച്ചോ? അമ്മയോട് പറഞ്ഞപ്പോ കേട്ടതാ. അന്യരോട് കൊഞ്ചാൻ പോയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം മഹാ ചീത്തയാ, പറഞ്ഞേക്കാം. നാട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അവനോട് ലോഡ്ജ് എടുത്ത് താമസിക്കാൻ പറ. നിനക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ? എനിക്ക് പണ്ടവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. എങ്ങനെയാ മുഖത്തോക്കി പറയാ? അമ്മേ, എഴുന്നേക്കടാ കൂട്ടുകാരാ, എഴുന്നേക്ക്. നീ കുളിച്ചാ? നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഇത് വേണം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് 3 മാസമായി. നല്ല വിശപ്പും. എന്തൊരു വാടകയാ ഇപ്പൊ വീടിനൊക്കെ. 250 രൂപയാ ഇതിന്. ഒരടുക്കളയും ഒരു കിടപ്പുമുറി. ഞങ്ങൾ 3 ആളും ഒരു മുറിയിലാ ഇവിടെ കിടക്കുന്നത്. ബോംബെയുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് സ്വർഗമാ. അവിടെ ഇത്രയും പോലും ഇല്ല, ഒരു കൊച്ചുമുറി. അവിടെ ഞങ്ങൾ 8 പേര് ഒന്നിച്ചാ കിടന്നിരുന്നത്. പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക. അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ 8 പേര് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ. ആണുങ്ങൾ മാത്രമൊന്നുമല്ല, ചെർപ്പളശ്ശേരിക്കാരൻ ഒരു രാമമേനോൻ, അയാളുടെ ഭാര്യ, പിന്നെ ഒരു പെൺകുട്ടി, പിന്നെ തികച്ചും അന്യരായ ഞങ്ങൾ 5 ആണുങ്ങളും ഒന്നിച്ചാ കിടന്നിരുന്നത്. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണേലും കിടക്കാം. ഇത്രയും കാലം ബോംബെ കഴിഞ്ഞതല്ലേ, നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ? അതിന്റെ യാതൊരു ആവശ്യമില്ല. എക്സ്ക്യൂസ് മീ, ആ പെന്നും തരോ? ഈ മേൽവിലാസം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. നേരത്തെ എന്തെങ്കിലും പറഞ്ഞ പോരെ? അതറിയാന്നിട്ടല്ലോ ഇങ്ങോട്ട് വന്നത്. സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ. എപ്പോ കിട്ടും? അരമണിക്കൂറിനെ എത്തിച്ചേക്കാം. ഒരു ടെലിഗ്രാം ഉണ്ട്. നാളെ 9 മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് രാവിലെ. MD നേരിട്ട് അയച്ചിരിക്കുക. നാളെ കാലത്ത് 9 മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും. അമ്മേ ലതികെ,
പെട്ടെന്ന് ഒരുങ്ങിക്കോളൂ. ഇപ്പൊ തന്നെ പുറപ്പെടാം. 6:30 ഒരു ട്രെയിൻ ഉണ്ട്. അല്ല ഞങ്ങൾ പിന്നീട് പുറപ്പെട്ടാ പോരെ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട്? അല്ല, അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഓഫീസിലുള്ളവർ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളും. പുറപ്പെടാം. അല്ല, സേതു നാട് പോവല്ലേ? അല്ല, ഞാനും നിങ്ങളോട് വരാം. അവിടെ ബാംഗ്ലൂരില് HAL, HMT, BL തുടങ്ങിയ ഒത്തിരി കമ്പനികളുള്ളതല്ലേ, അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഈ തിരക്കിന്റെ ഇടയിൽ സേതു വരണ്ട. ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതുവിന് കമ്പി അടിക്കാം. എന്നിട്ട് വന്നാ മതി. അത് ശരി. അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലേ? അത് ശരിയാവില്ല. ഹൗസ് ഓണർ സമ്മതിക്കില്ല. സേതു നാട്ടിൽ പോയിക്കോളൂ. ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ചേക്കാം. എന്താ? അല്ല, നാട്ടിൽ പോയാൽ പോകുന്നതിനെന്താ? 2 ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും. അവന് നമ്മുടെ കൂടെ വന്നോട്ട് പോനെ. കാര്യം അറിയാതെ അമ്മ അഭിപ്രായം പറയട്ടോ. അപ്പൊ ഞാൻ നാട്ടിൽ പോവാല്ലേ? അതാ നല്ലത്. അല്ല, അതെ, അവിടെ ചെന്ന ഉടനെ എന്നെ വിവരം അറിയിക്കണം. സംശയമുണ്ടോ? അപ്പൊ നീ നാട്ടിലേക്ക് പോകല്ലേ? പെട്ടെന്ന് പാക്ക് ചെയ്തോളൂ. വരും. നേരെ കളയല്ല. വാ. നീയും കയറിക്കോളൂ. നിന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കാം. വളരെ കാലത്തിന് ശേഷം നമ്മൾ കണ്ടെത്തി. ഒരു 4 ദിവസം ഒന്നിച്ച് കഴിയാൻ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാരാ. ഞാൻ കമ്പി അടിക്കും. നീ വരണം കേട്ടോ. വരാം, തീർച്ചയായും വരാം. പോട്ടെ. ഇതാണോ റെയിൽവേ സ്റ്റേഷൻ? ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, സിനിമാ തിയേറ്ററാണ്. നമ്മളൊരു സിനിമ കാണുന്നു, രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ബാംഗ്ലൂര്? അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലമ്മേ. ദുഷ്ട, കോട്ടയ്ക്കര അംശാദീരുടെ മോനലിടാവൻ. എന്നാ പിന്നെ അമ്മ അംശാചാര്യരോട് പോയിക്കോ. വരുന്നേ വാ, ടാക്സി വെയിറ്റ് ചെയ്യണം കേട്ടോ. വാ. നീ പോയില്ലേ? എനിക്ക് ബസ് കിട്ടിയില്ല. കോട്ടക്കാട്ടേക്ക് 9:30 വരെ ബസ് ഉണ്ടല്ലോ. സമരം? എന്ത് സമരം? ഒരു കണ്ടക്ടർ ഡ്രൈവറെ തല്ലി. ഡ്രൈവറെ കണ്ടക്ടറെ തല്ലി. എന്ത്? യാത്രക്കാരനെ തല്ലിനെ. നീ എന്താ പോയിരുന്നെ? എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലോ. അല്ല, നാളെ കാലത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവില്ലേ? ആ വിവരത്തിന് കമ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കാലത്ത് പോവേ. എന്റെ ഭാഗ്യം. മാധവനെയും അമ്മയും ലതികയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ ചിലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും. നീ വേഗം ഇനി നാളെ പോവാം. സേതു വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ. എന്നാ വാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. മാധവ, എന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി ട്രാൻസ്ഫറിന്റെ കമ്പി നീ തന്നെ അടിച്ചതല്ലേ? അതെ, അതുപോലെ തന്നെ ബസ് സമരത്തിന്റെ കഥ നീയും സ്വയം കെട്ടിച്ചമച്ചതല്ലേ? അതെ. ഇവിടുത്തെ അസൗകര്യത്തെ പറ്റി ഞാൻ നിന്നോട്... നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ? ഒക്കെ മനസ്സിലായി. വസ്തു വിറ്റ് കിട്ടിയ 10,000 രൂപ വിസയ്ക്ക് വേണ്ടി തൊലച്ചു.
ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ പോയപ്പോ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു. കാലത്ത് നിന്നെ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി. എന്ത് ജോലി? എന്തെങ്കിലും. ബുദ്ധിമുട്ടാ. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് വല്ലതും ഒപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ അതിനൊക്കെ കുറേ സമയം പിടിക്കും. സമയം പിടിച്ചോട്ടെ. അതുവരെ നീ എവിടെ താമസിക്കും? ഇവിടെയാ. സേതു, പ്രായമായ പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ മനസ്സിൽ എന്നും തീയ. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. നീ ഏത് ടൈപ്പായാലും അത് ശരിയാവില്ല. നീ വല്ല ലോഡ്ജിലും നോക്ക്. അതിന് കാശ് വേണ്ടേ? പിന്നെ എന്ത് ഒലക്കായിട്ടോ നീ ഇറങ്ങിയിരിക്കുന്നത്? കയ്യിലൊരു വലിയ പെട്ടി കണ്ടല്ലോ, അതിലൊന്നുമില്ലേ? അതില് കുറെ മുഷിഞ്ഞ തുണികളാ. ഞാൻ ഈ ദുബായി പോകാൻ വേണ്ടി തയ്പ്പിച്ച പാന്റ് ഷർട്ടും. ലോഡ്ജ് വാടക തൽക്കാലം ഞാൻ കൊടുക്കാം. പക്ഷെ ജോലി കിട്ടിയാൽ തിരിച്ചു തരണം പ്ലീസ്. യെസ്. ഫാൻ ഇല്ലല്ലേ? ഇല്ല. ഭയങ്കര ചൂട്. 8 രൂപ വാടകയുള്ള മുറിയിൽ AC ഫിറ്റ് ചെയ്ത് തരാൻ പറയട്ടെ. മുട്ട കാണും. കുത്തിയിരുന്ന് കൊന്നോ. 2 ദിവസം ഒന്ന് ഉത്സാഹിച്ചാൽ മൂട്ടകളെ ഫാമിലിയോടെ നശിപ്പിക്കാം. വേറെ ജോലിയൊന്നുമില്ലല്ലോ. ആ പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം. നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ച് വരരുത് പ്ലീസ്. ഞാൻ വരട്ടെ. പിന്നെ കാണാം. ഓൾ ദി ബെസ്റ്റ്.